ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകളിൽ 6 കടമകളെ സംബന്ധിച്ചാണ് ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കും അറിയിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമുമായിട്ടുള്ള കടമകൾ 6 എണ്ണമാകുന്നു. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമുമായിട്ടുള്ള കടമകൾ 6 കടമകളാണെന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എന്നിട്ട് ഒന്നാമതായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി. നീ അവനെ കണ്ടുമുട്ടിയാൽ അവനക്ക് നീ സലാം പറയുക. നീ അവനെ കണ്ടു കഴിഞ്ഞാൽ അവനക്ക് നീ സലാം പറയുക. 2, വഇദാ ദഅക ഫഅജിബ്ഹു. നിന്നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ, നിന്നെ അവൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ നീ ക്ഷണം സ്വീകരിക്കുക. മൂന്നാമതായി കൊണ്ട് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദസ്തൻസഹക ഫൻസഹ്ലഹു. നിന്നോട് അവൻ സതുപദേശം തേടിയാൽ അവനോട് നീ സതുപദേശം പറഞ്ഞു കൊടുക്കുക. വഇദാ അതശ ഫഹമിദല്ലാഹ ഫശമ്മിതുഹു. അവൻ തുമ്മുകയും അവൻ അൽഹംദുലില്ലാഹ് എന്ന അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്താൽ ഫശമ്മിതുഹു, അവനോട് നീ ഇർഹമുക്കല്ലാഹ് എന്ന് പറയുക. വഇദാ മരിദ ഫഉദുഹു. അവൻ രോഗിയായി കഴിഞ്ഞാൽ അവനെ നീ സന്ദർശിക്കുക. തൻ്റെ സഹോദരൻ, മുസ്ലിമായ സഹോദരൻ രോഗിയായി കഴിഞ്ഞാൽ അവനെ നീ സന്ദർശിക്കുക. വഇദാ മാത ഫത്തബിഉഹു. അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജനാസയെ നീ അനുഗമിക്കുക. ഈ 6 കാര്യങ്ങൾ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമുമായിട്ട് കടമയുള്ളതാണ്, ബാധ്യതയുള്ളതാണ് എന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. 6 കാര്യങ്ങളിൽ ഒന്നാമത് പറഞ്ഞത് സലാം പറയലാണ്. പരസ്പരം സ്നേഹമുണ്ടായിത്തീരാൻ, പരസ്പരം ഐക്യമുണ്ടായിത്തീരാൻ പരസ്പരം സലാം പറയണമെന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞത് ഉപകരിക്കുമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.